മണ്ണടരുകൾ ആർത്തലച്ച് കവർന്ന മനുഷ്യരെക്കുറിച്ച് വിങ്ങുകയാണ് കേരളം. നമുക്കവരാരുമല്ലാതിരുന്നിട്ടും നമ്മുടെ കണ്ണുകൾ നിറയുന്നു, നെഞ്ചകമെരിയുന്നു. തേങ്ങലുകൾ അങ്ങനെ തൊണ്ടക്കുഴിയിൽ വന്ന് വിങ്ങുന്നു. അപ്പോൾ പിന്നെ അവരോട് ചേർന്നിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? മുണ്ടക്കൈ മസ്ജിദ് ഖത്തീബിനെക്കുറിച്ച് സുഹൃത്തും എഴുത്തുകാരനുമായ ലത്തീഫ് നെല്ലിച്ചോടിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്. വയനാട്ടിലേക്ക് വെറുതെ വണ്ടിയോടിച്ചു വരുന്ന ദിനങ്ങളിൽ നെല്ലിച്ചോടെന്ന് വിളിച്ച് വിരുന്നൂട്ടാൻ ഇനി നീയില്ലല്ലോടാ. മുണ്ടക്കൈ മസ്ജിദിൻ്റെ വരാന്തയിൽ വർത്തമാനം പറഞ്ഞിരുന്ന വൈകുന്നേരങ്ങൾ. നേരമിരുട്ടു മുൻപ് ചുരമിറങ്ങണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്നിവിടെ കൂടാമെന്ന സ്നേഹ സൗഹൃദത്തിൻ്റെ സമ്മർദ്ദങ്ങൾ. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുടെ പങ്കുവെക്കലുകൾ. നീ സമ്മാനമായി തന്ന അക്തർ കുപ്പികൾ. വയനാട്ടുകാർ വേറിട്ട മനുഷ്യരാണ്. സ്നേഹക്കുളിരിൻ്റെ കോട കൊണ്ട് ഹൃദയം പൊതിയുന്നവർ. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ മറവിക്ക് വിട്ടുകൊടുക്കാത്ത വിധം സൗഹൃദം അപ്ഡേറ്റ് ചെയ്യുന്നവർ. ഓർക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ ആ വീട്ടാരാണ്. ഷിഹാബെ, അമർത്തി അടച്ചിട്ടും അനുവാദമില്ലാതെ എൻ്റെ കണ്ണു നിറയുന്നടാ. കേട്ടത് സത്യമാവരുതേന്ന് സുജൂദിൽ കിടന്നു കരഞ്ഞു പറഞ്ഞിട്ടും പടച്ചോൻ കേട്ടില്ല. നിലമ്പൂരിലെ മോർച്ചറിയിൽ നീയുണ്ടെന്നറിഞ്ഞപ്പോൾ മരവിച്ചു പോയതാണ് ഞാൻ. അവസാനമായി കണ്ടപ്പോൾ തലയിലും താടിരോമങ്ങളിലും പടർന്ന വെള്ളിനൂലുകളെ നോക്കി നീ പറഞ്ഞില്ലേ, നെല്ലിച്ചോടും നരച്ചുവെന്ന്. 40 കഴിഞ്ഞ മനുഷ്യൻ്റെ മേനിക്ക് മയ്യത്തിൻ്റെ മണമാണെന്ന എൻ്റെ പ്രതികരണത്തിന് പ്രാർത്ഥനയായിരുന്നല്ലോ നിൻ്റെ മറുപടി. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് തരട്ടേന്ന്. എന്നിട്ട് നീ ആദ്യം അങ്ങ് പോയി. ദൂരേക്ക് നോക്കി നമ്മൾ ആസ്വദിച്ച പ്രകൃതി തന്നെ നിന്നെ വിളിച്ചോണ്ടുപോയി. ഇവിടെ ഇരുന്ന നിനക്ക് കുറേ കവിത എഴുതാന്ന് ചായത്തോട്ടങ്ങളെ ചൂണ്ടി നീ പറഞ്ഞതും ഈ നാടിൻ്റെ കുളിരു പോലെയാണ് എൻ്റെ അക്ഷരങ്ങളെന്ന് എൻ്റെ എഴുത്തിനെ പ്രശംസിച്ചതും എന്താ ഇപ്പോൾ തീരെ എഴുതാത്തതെന്ന് പരിഭവപ്പെട്ടതും. ഓർമ്മകൾ കലങ്ങി മറിഞ്ഞൊഴുകുന്നു എന്നുള്ളിൽ. മഹല്ല് നിവാസികൾക്ക് ആദരണീയ പണ്ഡിതൻ, കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉസ്താദ്, സൗമ്യത കൊണ്ട് ചേർത്തു പിടിക്കുന്ന സഹൃദയൻ, കല്ലും ചെളിയും വേരും മരവും കലർന്ന കലക്കുവെള്ളത്തിൽ ഒഴുകിയൊഴുകി മരണത്തെ പുണർന്നവനെ, സ്വർഗലോകത്തെ അരുവികളുടെ തീരത്ത് വെച്ചെൻ്റെ കൂട്ടുകാരനെ കാണിച്ചു തരണേ റഹീമേ.